എന്തിനാ രണ്ട് മൈലാഞ്ചി പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ആളുടെ വളക്കാപ്പാണ് കേട്ടോ. അങ്ങനെയല്ലേ പറയുന്നത്. എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ 7ാം മാസത്തിൽ ഒരു ചടങ്ങ് നടത്തിട്ടില്ല. അതാണ് കേട്ടോ. ഞാനൊരു പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റ് അല്ലെങ്കിലും എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ഒപ്പിച്ചെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആളെന്ന റെഫറൻസ് പിക്ക് കാണിച്ചപ്പോൾ നെറ്റിലാണ് എന്റെ മുഖത്ത് കണ്ടത്. 2-3 എണ്ണത്തിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ഒരു ഡിസൈൻ ആണ് സെലക്ട് ചെയ്തത്. അങ്ങനെ 2 കുഞ്ഞു കാലുകളൊക്കെ വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ഇടാൻ പോകുന്നത്. മെഹന്തി ഇട്ട് വരുമ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കണം എന്ന പ്രാർത്ഥനയാണ് ഞാൻ. അങ്ങനെ കുറച്ച് ടിഷ്യൂ പേപ്പർ മെഹന്തിയൊക്കെ ആയിട്ട് ഞാൻ എന്നിലെ കലാകാരെ ഉണർത്താൻ പോവാണ്. ആദ്യം തന്നെ ഐശ്വര്യമായിട്ടൊരു വര വരച്ചങ്ങോട്ട് തുടക്കം കുറിച്ചു. അതിന് പിന്നാലെ താമരയായി ആമ്പലായി പൂവായി അങ്ങോട്ട് പടർന്ന് പന്തലിക്കായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം റെഫറൻസ് പിക്ക് ഒക്കെ എടുത്ത് മാറ്റി ഞാൻ എന്റേതായ കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊണ്ടുപോയി. ഇപ്പൊ ഏകദേശം ഒരു കയ്യിൽ കംപ്ലീറ്റ് ആക്കാറായിട്ടുണ്ട്. പിന്നെ ഈ റൗണ്ടിൽ ഞാൻ 2 മാങ്ങാന്റെ ഷേപ്പ് വരച്ചിട്ട് നല്ല ക്യൂട്ട് കാല് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുത്തിവരയൊക്കെ ആകും. ഏതെങ്കിലും ഡിസൈൻ ഒക്കെ വാരി വലിച്ച് കൈ നിറച്ചാൽ മതി, ഭംഗിയൊക്കെ താനെ വന്നു. അങ്ങനെ ഒരു നീണ്ട നേരത്തെ കഷ്ടപ്പാടിന് ശേഷം സക്സസ്ഫുള്ളി 2 കൈ അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിട്ടോ. അപ്പൊ നമ്മുടെ വളക്കാപ്പിന് വേണ്ടിയുള്ള മെഹന്തി ഡിസൈന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും റെഡ് ആയിട്ട് കമന്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് നേരം ഒരു ഒറ്റ ഇരുത്തായിട്ട് നല്ല കഴുത്ത് വേദന തോളുവേനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോ റെസ്റ്റ് എടുക്കട്ടെ. ടാറ്റ, ഗുഡ് ബൈ.